ഹായ് എവരിവൺ, എല്ലാവർക്കും സെലീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ യാത്ര കോഴിക്കോട് നഗരത്തിലേക്ക്. പക്ഷേ ഇതൊരു സാധാരണ യാത്രയല്ല. 47 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒന്നിക്കുന്ന കോഴിക്കോട് ആർട്സ് കോളേജിലെ 1976 മുതൽ 79 വരെ മലയാളം BA പഠിച്ച കൂട്ടുകാർക്കൊപ്പം ചെലവഴിച്ച മറക്കാനാവാത്ത ഒരു ദിവസത്തിൻ്റെ ഓർമ്മയിലേക്കാണ്. അലുമിനി എന്നത് ഒരു പഴയ ഓർമ്മ പുതുക്കൽ മാത്രമല്ല, അത് ജീവിതത്തിലെ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടിയാണ്. ജീവിതത്തിൽ നമ്മൾ പഠിച്ച സ്കൂളും കോളേജുകളുമൊക്കെ നമ്മളെ വിട്ടുപോകാം, പക്ഷേ അവിടെ നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങൾ, അതാണ് അലുമിനി. കോഴിക്കോട് കടൽ തീരത്തിന് എതിർവശത്തുള്ള ഹോട്ടൽ CQനിൽ വെച്ചാണ് ഫംഗ്ഷൻ. കോഴിക്കോട് എത്തണമെങ്കിൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ കാർ യാത്ര വേണം. 9 മണിക്ക് തുടങ്ങുന്ന ഫംഗ്ഷന് ഞങ്ങൾ വീട്ടിൽ നിന്ന് 7 മണിക്ക് തന്നെ പുറപ്പെട്ടു. ഹസ്ബൻഡിൻ്റെ ക്ലാസ്മേറ്റ്സാണ് ഒന്നിച്ചു കൂടുന്നത്. എല്ലാവരും ഫാമിലിയുമായി നിർബന്ധമായും വരണമെന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. കോഴിക്കോട് വന്നാൽ ഒരിക്കലും ഒഴിവാക്കാൻ തോന്നാത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട് കടൽ തീരം. തിരമാലകളുടെ സംഗീതവും കടൽക്കാറ്റിൻ്റെ തണുപ്പും സായാഹ്നത്തിലെ മനോഹരമായ കാഴ്ചകളും മനസ്സിനൊരു പ്രത്യേക ശാന്തി നൽകും. നിങ്ങൾ എപ്പോഴെങ്കിലും കോഴിക്കോട് വരികയാണെങ്കിൽ ഈ മനോഹരമായ കാഴ്ചകൾ കാണാതെ മടങ്ങരുത്. കാരണം ഈ കടൽ വെറുമൊരു സ്ഥലമല്ല, ഓരോ തവണയും വീണ്ടും വിളിച്ചു വരുത്തുന്ന ഒരു അനുഭവം തന്നെയാണത്. ഇവിടെ എത്തുമ്പോൾ സമയം പോലും പതുക്കെ നീങ്ങുന്നത് പോലെ തോന്നും. ഓരോ നിമിഷവും മനസ്സിൽ സൂക്ഷിക്കാൻ തോന്നുന്ന അനുഭവങ്ങളാണ് ഈ കടൽ തീരം നമുക്ക് സമ്മാനിക്കുന്നത്. പതിവ് പോലെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് വീണ്ടും യാത്ര തുടങ്ങി. ഹോട്ടലിൽ ഞങ്ങൾ നേരത്തെ തന്നെ എത്തി. പിരിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ കാത്തുള്ള ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. കാത്തിരിപ്പിനൊടുവിൽ കൂട്ടുകാർ ഓരോരുത്തരായി എത്തിത്തുടങ്ങി. ഇവരിൽ ആരെയും ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് ഇവരെയെല്ലാം നല്ലപോലെ പരിചയമുണ്ട്. ആദ്യമൊക്കെ എല്ലാവരും ചെറിയൊരു മടിയോടെയായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയത്. സുഖമാണോ, എവിടെയാണിപ്പോൾ താമസം, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നിങ്ങനെ സാധാരണ വിശേഷങ്ങൾ മാത്രം. പക്ഷേ ആ മടിക്ക് അധിക നേരം ആയുസുണ്ടായിരുന്നില്ല. ഒരാൾ പഴയ കോളേജ് കാലത്തെ ഒരു സംഭവം ഓർമ്മിപ്പിച്ചതോടെ അന്തരീക്ഷമാകെ മാറി. പിന്നെ പൊട്ടിച്ചിരികളുടെ ഒരു ഘോഷയാത്ര തന്നെ. ഒരാൾ ചിരിച്ചുകൊണ്ടൊരു കഥ പറഞ്ഞാൽ മറ്റൊരാൾ അതിലും രസകരമായ മറ്റൊരു സംഭവം ഓർമ്മിപ്പിക്കും. അയ്യോ, ഇതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന ചോദ്യം ഇടയ്ക്കിടെ ഉണ്ടാവുന്നുണ്ട്. എങ്ങനെ മറക്കും? അന്ന് നീ ചെയ്ത ആ കാര്യം മറക്കാനാവുമോ എന്ന കളിയാക്കലുകളും ഉണ്ട്. കുറച്ചു നേരം മുമ്പ് വർഷങ്ങളുടെ അകലം തോന്നിപ്പിച്ചവർ ഇപ്പോൾ ഇന്നലെ മാത്രം കോളേജ് വിട്ടുപോയ പഴയ സുഹൃത്തുക്കളെ പോലെ ഒരുമിച്ച് ചിരിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, ആ ചിരി കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. സമയം മനുഷ്യരെ പ്രായമാക്കും, പക്ഷേ യഥാർത്ഥ സൗഹൃദത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ആ ചിരിയും സന്തോഷവും ഒന്ന് കണ്ടു നോക്കൂ. 47 വർഷങ്ങൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എത്ര വലിയ കാലഘട്ടമാണത്. പലരും പിന്നീട് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. ജീവിതം ഓരോരുത്തരെയും ഓരോ വഴികളിലേക്ക് കൊണ്ടുപോയി. എന്നിട്ടും അവർ വീണ്ടും കണ്ടുമുട്ടിയ നിമിഷം, ഇന്നലെയാണ് ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞതെന്ന് തോന്നിപ്പിക്കുന്ന അത്ര സ്നേഹവും അടുപ്പവുമായിരുന്നു അത്. എൻ്റെ ഹസ്ബൻഡും ആ കൂട്ടത്തിലൊരാളാണ്. അവരുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. പ്രായം ശരീരത്തെ മാത്രമേ തളർത്തൂ, മനസ്സിനെ ഒരിക്കലും തളർത്തില്ല. മനസ്സ് ഇന്നും ആ കോളേജ് ക്യാമ്പസിലൂടെ ഓടി നടക്കുന്ന അതേ ചെറുപ്പമാണ്. ഓർമ്മകൾക്കൊരു പ്രത്യേക ശക്തിയുണ്ട്. അവ നമ്മെ ഒരൊറ്റ നിമിഷം കൊണ്ട് വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോകും. പഴയ ക്ലാസ് മുറികൾ, അധ്യാപകർ, കുസൃതികൾ, ചിരികൾ, സൗഹൃദങ്ങൾ, ഓരോ ഓർമ്മയും വീണ്ടും വീണ്ടും അവരിലൂടെ ജീവിക്കുകയായിരുന്നു. ഈ ഫോട്ടോക്ക് മാത്രമേ മങ്ങലുള്ളൂ. അവരുടെ മനസ്സിലുള്ള ഓർമ്മകൾക്കൊന്നും ഒരിക്കലും ഒരു മങ്ങലും ഏറ്റിട്ടില്ല. അവരിൽ പലരും ജീവിതത്തിൽ വലിയ ഉയരങ്ങൾ കീഴടക്കിയവരാണ്. അധ്യാപകരായവർ, കോളേജ് പ്രൊഫസർമാർ, വിവിധ മേഖലകളിൽ മികച്ച സേവനം ചെയ്ത് അഭിമാനത്തോടെ റിട്ടയർ ചെയ്തവർ. ജീവിതം അവർക്കെല്ലാം വ്യത്യസ്തമായ വഴികൾ നൽകിയെങ്കിലും എല്ലാവരെയും വീണ്ടും ഒന്നിപ്പിച്ചത് ഒരേ ഒരു വിലാസം. അതാണ് സൗഹൃദം എന്നത്. പറഞ്ഞിട്ടും തീരാത്ത അത്രയും കാര്യങ്ങളായിരുന്നു അവരുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നത്.
ഓരോരുത്തരും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അത് വെറും ഓർമ്മകൾ പങ്കുവെക്കൽ മാത്രമായിരുന്നില്ല. സമയം 47 വർഷങ്ങൾക്ക് പിന്നിലേക്ക് സഞ്ചരിക്കുന്നത് പോലെയായിരുന്നു. വീണ്ടും നമ്മൾ കണ്ടുമുട്ടാൻ എന്തേ ഇത്ര വൈകി എന്നൊരു സങ്കടവും അവർക്കുണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യം മാത്രം മതി. പിന്നെ ചിരികളുടെ പെരുമഴയായിരുന്നു. ക്ലാസ്സിൽ നടന്ന കുസൃതികൾ, അധ്യാപകരിൽ നിന്ന് വഴക്ക് കേട്ട സംഭവങ്ങൾ, പരീക്ഷയ്ക്ക് തലേ ദിവസം ഉറങ്ങാതിരുന്ന രാത്രികൾ, ക്യാൻറ്റീനിൽ ഒരു ചായയും ഒരു പലഹാരവും പങ്കുവെച്ച് കഴിച്ചിരുന്ന ദിവസങ്ങൾ, കോളേജ് ഡേ, യുവജനോത്സവം, പഠനയാത്രകൾ, ക്ലാസ് കട്ട് ചെയ്ത് കൂട്ടമായി നടന്ന സംഭവങ്ങൾ, അന്നത്തെ ചെറിയ ചെറിയ തമാശകൾ പോലും ഇന്നും അതേ ഓർമ്മയോടെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. ഒരാൾ ഒരു കഥ പറഞ്ഞാൽ മറ്റൊരാൾ അതിന് മറ്റൊരു സംഭവം കൂടി കൂട്ടിച്ചേർക്കും. അങ്ങനെ ഓരോ ഓർമ്മയും വീണ്ടും വീണ്ടും ജീവിക്കുകയായിരുന്നു. ചിലരുടെ ചിരി കേട്ടപ്പോൾ അന്നും അവർ ആ പഴയ കോളേജ് വിദ്യാർത്ഥികൾ തന്നെയാണെന്ന് തോന്നി. ആ ചിരിയിൽ പ്രായത്തിൻ്റെ ഒരു ഭാരവും ഉണ്ടായിരുന്നില്ല. കണ്ണുകളിൽ അനുഭവങ്ങളുടെ പക്വതയുണ്ടായിരുന്നെങ്കിലും മനസ്സിൽ ഇന്നും ക്യാമ്പസിൻ്റെ ചെറുപ്പം നിറഞ്ഞു നിന്നിരുന്നു. ആ നിമിഷങ്ങൾ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. യഥാർത്ഥ സൗഹൃദം വർഷങ്ങൾ കൊണ്ട് പഴകുന്നില്ല. സമയം അതിനെ കൂടുതൽ മനോഹരമാക്കുക മാത്രമാണ് ചെയ്യുന്നത്. സംസാരവും ചിരിയും ഓർമ്മകളുടെ ഒഴുക്കും തുടരുന്നതിനിടയിൽ സമയം കഴിഞ്ഞു പോകുന്നത് ആരും അറിഞ്ഞില്ല. അപ്പോഴേക്കും എല്ലാവർക്കുമായി ജ്യൂസും ചൂട് ചായയും പലതരം എണ്ണക്കടികളും ബിസ്ക്കറ്റുകളും ഒരുക്കിയിരുന്നു. കയ്യിലൊരു കപ്പ് ചായ, മുന്നിൽ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ പ്രിയ സുഹൃത്തുക്കൾ. പിന്നെ സംഭാഷണങ്ങൾക്ക് ഒരവസാനവും ഉണ്ടായിരുന്നില്ല. ചായയുടെ ചൂടിനേക്കാൾ ഊഷ്മളമായിരുന്നത് അവരുടെ സൗഹൃദമായിരുന്നു. ഒരു കപ്പ് ചായ കുടിക്കാനെടുത്ത സമയം പോലും പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഓർമ്മകളെ വീണ്ടും ജീവിപ്പിക്കുന്ന നിമിഷങ്ങളായി മാറി. ഒരാൾ ചായ കുടിച്ചുകൊണ്ട് ഒരു കഥ പറയുമ്പോൾ മറ്റൊരാളത് പൂർത്തിയാക്കും. ഇടയ്ക്കിടെ പൊട്ടിച്ചിരികൾ, അതങ്ങനെയല്ല ഇങ്ങനെയായിരുന്നു എന്ന തിരുത്തലുകൾ. ഇത്ര വർഷം കഴിഞ്ഞിട്ടും നിനക്കത് ഓർമ്മയുണ്ടോ എന്ന അത്ഭുതങ്ങൾ. ആ ചെറിയ ചായ സൽക്കാരം പോലും ഒരു വിരുന്നിനേക്കാൾ മനോഹരമായിരുന്നു. കാരണം അവിടെ വിളമ്പിയത് ഭക്ഷണം മാത്രമായിരുന്നില്ല, സ്നേഹവും സൗഹൃദവും 47 വർഷം പഴക്കമുള്ള ഓർമ്മകളുമായിരുന്നു. എന്നാൽ ആ സന്തോഷത്തിനിടയിലും ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന ഒരു നിമിഷമുണ്ടായിരുന്നു. ഒരിക്കൽ ഈ ക്ലാസിൻ്റെ ഭാഗമായിരുന്ന 2 സുഹൃത്തുക്കൾ ഇന്ന് ഈ കൂട്ടത്തിലില്ല. അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു. അവരുടെ ഓർമ്മകൾ പങ്കുവെച്ചപ്പോൾ കുറച്ച് നിമിഷങ്ങൾ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരു നിശബ്ദത നിറഞ്ഞു നിന്നു. അപ്പോഴാണ് മനസ്സിലാവുന്നത്, സമയം ഒരിക്കലും ആരെയും കാത്തു നിൽക്കില്ല. അതുകൊണ്ടാവാം ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ കാണാനും സംസാരിക്കാനും സ്നേഹം പങ്കിടാനും സമയം കണ്ടെത്തണം എന്നത് ഇത്രയും വലിയൊരു സത്യമാകുന്നത്. യാത്രയുടെ ദൂരം പോലും ഈ സൗഹൃദത്തിന് മുന്നിൽ ഒരു തടസ്സമായില്ല. ഞങ്ങൾക്ക് മാത്രം കോഴിക്കോടെത്താൻ 2 മണിക്കൂർ കാർ യാത്ര വേണം. വയനാട്ടിൽ നിന്നെത്തിയവരും ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ചിലർ സ്വന്തം അസുഖങ്ങൾ പോലും മറന്നെത്തിയവർ. കാരണം ഈ കൂടിച്ചേരൽ നഷ്ടപ്പെടുത്താൻ അവരുടെ മനസ്സ് തയ്യാറായിരുന്നില്ല. അവരുടെ ചിരികളിലും സംസാരങ്ങളിലും അത് നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് പറയാനുണ്ടായിരുന്നത് കൂട്ടുകാരികളുടെ ചോറ്റുപാത്രത്തെക്കുറിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ അന്നത്തെ ആ ചോറ്റുപാത്രം? ആ ഒരൊറ്റ ചോദ്യം. വീണ്ടും എല്ലാവരും കോളേജ് കാലത്തിലേക്ക് മടങ്ങി. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചോറ്റുപാത്രം. പക്ഷേ അത് ഒരാളുടേത് മാത്രമായിരുന്നില്ല. ചിലപ്പോൾ 2 പേർ, ചിലപ്പോൾ 3 പേർ. വിശപ്പിനേക്കാൾ വലിയതായിരുന്നു സൗഹൃദം. ഒരാൾ കൊണ്ടുവന്ന കറിയിൽ മറ്റൊരാളുടെ ചോറ്, മറ്റൊരാളുടെ അച്ചാർ. അങ്ങനെ പങ്കിട്ട് കഴിച്ച ആ ഉച്ചഭക്ഷണത്തിന് ഇന്നത്തെ വലിയ വിരുന്നുകളേക്കാൾ മധുരമുണ്ടായിരുന്നു. അന്ന് പണം കുറവായിരിക്കാം, സൗകര്യങ്ങൾ കുറഞ്ഞിരിക്കാം, പക്ഷെ സ്നേഹത്തിനും പങ്കിടലിനും ഒരു കുറവുമുണ്ടായിരുന്നില്ല. ഇന്ന് മുന്നിൽ വിഭവങ്ങളുടെ നീണ്ട നിരയുണ്ട്. ജീവിതം എല്ലാവർക്കും നല്ല നിലയും നല്ല ജോലിയും നൽകി. എന്നിട്ടും ആ പഴയ ചോറ്റുപാത്രത്തിൻ്റെ രുചിയും കൂട്ടുകാരോടൊപ്പം പങ്കിട്ട ആ ഉച്ചഭക്ഷണത്തിൻ്റെ സന്തോഷവും ഇന്നും അവരുടെ മനസ്സിൽ അതേപോലെ നിറഞ്ഞു നിൽക്കുന്നു. കാലം ഒരുപാട് മാറി. ഓരോരുത്തരും ഓരോ ജീവിതങ്ങളിലേക്ക് യാത്രയായി. ജോലികൾ മാറി, ഉത്തരവാദിത്വങ്ങൾ കൂടി, കുടുംബങ്ങൾ വളർന്നു. പക്ഷെ മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ ആ കോളേജ് കാലം ഇന്നും അതുപോലെ സൂക്ഷിച്ചിരിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ മനസ്സിലായി, യഥാർത്ഥ സൗഹൃദത്തിന് വർഷങ്ങളുടെ ദൂരം ഒരു പ്രശ്നമല്ല. കണ്ട നിമിഷം തന്നെ
ഇന്നലെ പിരിഞ്ഞവരെ പോലെ വീണ്ടും സംസാരിക്കാൻ തുടങ്ങുന്നു. അതാണ് സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരുമിച്ച് ചിരിച്ച നിമിഷങ്ങൾ, പരസ്പരം കളിയാക്കിയ ദിവസങ്ങൾ, ക്യാൻറ്റീനിലെ ചായയും നീണ്ട സംഭാഷണങ്ങളും ഇന്ന് ഓരോ ഓർമ്മയും മനസ്സിൽ വീണ്ടും ജീവിക്കുകയാണ്. ജീവിതം മുന്നോട്ട് പോകണം, പക്ഷെ ചില ഓർമ്മകൾ ഇടയ്ക്കൊക്കെ നമ്മെ പിന്നിലേക്ക് വിളിക്കണം. കാരണം ആ ഓർമ്മകളാണ് ഇന്നത്തെ നമ്മളെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ജീവിതം എത്ര തിരക്കായാലും നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ആളുകളെ കാണാൻ നമ്മൾ സമയം കണ്ടെത്തണം. കാരണം ഒരുമിച്ച് ചെലവഴിക്കുന്ന സമയം മാത്രമാണ് പിന്നീട് ജീവിതത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഓർമ്മകളായി മാറുന്നത്. ഈ കൂടിക്കാഴ്ച അവസാനിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതോടൊപ്പം തന്നെ ചെറിയ സങ്കടവുമുണ്ട്. പക്ഷെ ആ സങ്കടത്തേക്കാൾ വലുതാണ് വീണ്ടും കാണുമെന്ന പ്രതീക്ഷ. ജീവിതത്തിൽ ഇങ്ങനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളെ ഒരിക്കലെങ്കിലും നാം കണ്ടിരിക്കണം. അവരുടെ കൂട്ടത്തിൽ നിന്നും പിരിഞ്ഞു പോയ കൂട്ടുകാരൻ്റെ ഭാര്യയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അവരും മകനും പേരമക്കളുമെല്ലാം സ്നേഹപൂർവമായ ഇവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയതാണ്. സമയം എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. സംസാരത്തിനിടയിൽ ഉച്ചഭക്ഷണത്തിനുള്ള സമയമെത്തി. വിഭവസമൃദ്ധമായ ഒരു വിരുന്ന് എല്ലാവരെയും കാത്തിരുന്നു. വെജുണ്ട്, നോൺ വെജുണ്ട്, ഇഷ്ടമുള്ളതെല്ലാം നിറഞ്ഞ ഒരു സദ്യ. പക്ഷെ തീന്മേശയിൽ ഏറ്റവും രുചികരമായത് ഭക്ഷണമല്ലായിരുന്നു, 47 വർഷം പഴക്കമുള്ള ഓർമ്മകളായിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടയിലും സംഭാഷണങ്ങൾക്ക് ഒരു ഇടവേളയും ഉണ്ടായില്ല. അങ്ങനെ ഒരിക്കലും മറക്കാനാവാത്ത ആ ദിവസത്തിൻ്റെ അവസാന നിമിഷമെത്തി. ഗ്രൂപ്പ് ഫോട്ടോ. വരൂ എല്ലാവരും ഇവിടെ നിൽക്കൂ എന്നൊരു വിളി മാത്രം. നിമിഷങ്ങൾക്കകം എല്ലാവരും കുട്ടികളെപ്പോലെ ആവേശത്തിലായി. കസേരകൾ വലിച്ചു കൊണ്ടുവരുന്നു. ഇത് കുറച്ച് മുന്നോട്ട് നീക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കൂ, അല്ല നമുക്കെല്ലാവർക്കും കാണണം എന്ന് പറഞ്ഞ് ഓരോരുത്തരും ഓരോ ജോലിയിൽ തിരക്കായി. പ്രായം മറന്ന് വീണ്ടും കോളേജ് ക്യാമ്പസിലെ ആ പഴയ വിദ്യാർത്ഥികളായി അവർ മാറിയിരിക്കുന്നു. ഫോട്ടോഗ്രാഫർ ക്യാമറ റെഡിയാക്കുമ്പോഴും കളിയാക്കലും ചിരിയും അവസാനിച്ചില്ല. ഇതൊരു സാധാരണ ഫോട്ടോ ആയിരുന്നില്ല. 47 വർഷങ്ങളുടെ ദൂരത്തെ ഒരൊറ്റ ഫ്രെയിമിൽ ചേർത്ത് നിർത്തിയ ജീവിതത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ഓർമ്മകളായിരുന്നു അത്. നാളെ ഈ ചിത്രം കാണുമ്പോൾ ആരുടെയും മനസ്സിൽ ആദ്യം തെളിയുക മുഖങ്ങളല്ല, ആ ദിവസത്തെ ചിരികളും സ്നേഹവും ഒരുമിച്ചിരുന്ന ആ നിമിഷങ്ങളുമാവും. വൈകുന്നേരം യാത്ര പറയാനുള്ള സമയം വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റു, കൈകൊടുത്തു, ചേർത്ത് പിടിച്ചു, യാത്ര പറഞ്ഞു. പക്ഷെ അതോടെ കഥ അവസാനിച്ചില്ല. പുറത്തിറങ്ങിയവർ വീണ്ടും തിരികെ വന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും ചിരികളും ഓർമ്മകളും, വീണ്ടും യാത്ര പറയൽ, വീണ്ടും തിരികെ വരൽ. അത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരിക്കലും പിരിയാൻ മനസ്സില്ലാത്തവർക്കാണ് ഇങ്ങനെ വീണ്ടും വീണ്ടും തിരികെ വരാൻ തോന്നുന്നത്. അവസാനം എല്ലാവരും ഒരു വാഗ്ദാനത്തോടെ പിരിഞ്ഞു. ഇനി 47 വർഷം കാത്തിരിക്കേണ്ട, ഇടയ്ക്കിടെ നമുക്ക് വീണ്ടും ഒന്നിക്കണം. ജീവിതം നമ്മെ പലതും പഠിപ്പിക്കും. പക്ഷേ യഥാർത്ഥ സമ്പത്ത് പണവും സ്ഥാനവുമല്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതേ സ്നേഹത്തോടെ നമ്മെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരാണ്. ഈ യാത്ര ഞങ്ങളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠവും അതായിരുന്നു. ഓർമ്മകൾക്ക് പ്രായമില്ല, യഥാർത്ഥ സൗഹൃദത്തിന് അവസാനവുമില്ല. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവാം, പക്ഷേ റിയൽ കണക്ഷൻ കുറവായിരിക്കും. ലൈഫിൽ ലൈക്കിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയത് മനുഷ്യബന്ധങ്ങളാണ്. സക്സസ്, സ്റ്റാറ്റസ്, മണി ഇവയെല്ലാം മാറിപ്പോകാം, പക്ഷെ മനസ്സിൽ സ്നേഹത്തോടെ ഓർക്കുന്ന ചില ആളുകൾ ജീവിതകാലം മുഴുവനും നമ്മളോടൊപ്പം ഉണ്ടാകും. അത് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ വീണ്ടും കണക്റ്റ് ചെയ്യുന്ന ഒരു ഫീലിംഗ് ആണ്. ജീവിതം എത്ര ബിസിയായാലും എത്ര മാറിയാലും നമ്മുടെ പാസ്റ്റിനെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഓർക്കാൻ ഇത്തരം കൂട്ടായ്മകൾ സഹായിക്കുന്നു. ജീവിതത്തിൽ ചില ബന്ധങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും മറക്കാനോ മായ്ക്കാനോ കഴിയില്ല. മറിച്ച് അവ കൂടുതൽ പ്രേഷ്യസ് ആവുന്നു, ഏറ്റവും വിലപ്പെട്ടതായി മാറുന്നു. അത് നമ്മെ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകുന്നു, മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നു, ഇമോഷണലി സ്ട്രോങ് ആക്കുന്നു. ഒരിക്കൽ ഒരുമിച്ച് നടന്ന യാത്ര ജീവിതകാലം മുഴുവൻ മനസ്സിൽ വെളിച്ചമായി തുടരുന്നതാണ് ഇത്തരം കൂട്ടായ്മകളുടെ ഏറ്റവും വലിയ മഹത്വം എന്നത്. ചില യാത്രകൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയല്ല,
ചില മനുഷ്യരെ വീണ്ടും കണ്ടെത്താൻ വേണ്ടിയാണ്. ഇന്ന് കോഴിക്കോട് വന്നതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം വർഷങ്ങൾക്ക് ശേഷം പഴയ കോളേജ് സുഹൃത്തുക്കളെ വീണ്ടും കാണാൻ കഴിഞ്ഞതാണ്. ചില യാത്രകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത്തരമൊരു യാത്രയായിരുന്നു ഇന്നത്തെ കോഴിക്കോട്ടേക്കുള്ള യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതുക, ലൈക്കും ഷെയറും ചെയ്യുക. ഒപ്പം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. ഇത്തരം വ്ളോഗുകളുമായി നമുക്ക് വീണ്ടും കാണാം.